ഒരിക്കലും അപ്പനും അമ്മയും കൂടെ എൻ്റെ അടുക്കൽ ഒരു മകളെയും കൊണ്ടുവന്നു. കാണാൻ സുന്ദരിയായൊരു കൊച്ചാണ്, മിടുക്കി കൊച്ചാണ്. തമിഴ്നാട്ടിൽ വെച്ചാണ് ഈ അനുഭവം ഉണ്ടായത്. അപ്പോൾ ഈ അപ്പനും അമ്മയും ഇരുന്ന് കരയും. എന്ത് പറ്റി? ഈ അപ്പം പറയും, അച്ഛാ ഞാൻ ഗവൺമെൻറ് ഓഫീസറാണ്, വൈഫ് കോളേജ് പ്രൊഫസറാണ്, ഞങ്ങൾ നാട്ടിൽ പേരുള്ള കുടുംബ തറവാട്ടുകാരാ, ഇഷ്ടംപോലെ പണമുണ്ട്, വലിയ വീടുണ്ട്. എന്ത് പറ്റി? അച്ഛോ ദൈവം ഞങ്ങൾക്ക് തന്ന ഏക മകളാണ് ഇവള് എഞ്ചിനീയറിംഗ് ലാസ്റ്റ് സെമസ്റ്റർ പഠിക്കുന്നു. 2 മാസം കഴിയുമ്പോൾ എക്സാമാണ്. 2 ആഴ്ചയായിട്ട് ക്ലാസ്സിൽ പോയിട്ടില്ല. എന്ത് പറ്റി? അച്ഛാ ഞങ്ങളറിയാൻ വൈകിപ്പോയി. ഞങ്ങൾ വലിയ വീടിൻ്റെ ആ മതിൽക്കെട്ടിൻ്റെ അടുത്തൊരു ചേരി പ്രദേശമുണ്ട്. മറ്റു മതത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് ഇവൾ പൊരിഞ്ഞ പ്രേമത്തിലാണ്. ഒളിച്ചോടാൻ തീരുമാനമെടുക്കുന്ന സാഹചര്യത്തിലായി ഒരുക്കവട്ടങ്ങളൊക്കെ നടത്തുമ്പോൾ ഞങ്ങൾ അറിയുന്ന ഒരാൾ പറഞ്ഞ്, മകളെ സൂക്ഷിക്കണം, മകൾക്ക് ഇങ്ങനെ ഒരു ലൈൻ കേസുണ്ട്. അച്ഛാ ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ അവന് സ്വന്തമായൊരു സെൻറ്റ് ഭൂമിയില്ല, ചേരിയിലെ ഒരു ചെറ്റക്കുടിലാണ്, ഓല മറച്ച് ഓല കൊണ്ട് പണിതിരിക്കുന്നതാണ്. മഴ പെയ്താൽ വെള്ളം മുഴുവൻ വീട്ടിനുള്ളിലാണ്. അവന് വിദ്യാഭ്യാസമില്ല, ജോലിയില്ല, മദ്യപിക്കും, പുകവലിക്കും, കഞ്ചാവടിക്കും. അവൻ കൂലി തന്നെ പോവും. അവൻ വ്യഭിചരിച്ച് നടക്കുന്നവന് നാട്ടിലെല്ലാവർക്കും അറിയാം അവനൊരു ഗുണ്ടയാണെന്ന്. മകളോട് പറഞ്ഞു, മോളെ ഇവന് നിനക്ക് പറ്റിയതല്ല, നമുക്ക് ചേർന്ന ബന്ധമല്ല ഇത്, നീ അവനെ ഉപേക്ഷിക്കണം. ഞങ്ങളുടെ മകൾ പറഞ്ഞു, അവനെ എനിക്ക് ഭർത്താവായിട്ട് തന്നില്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യും. അച്ഛാ ഇവിടെ ഒന്ന് നേരെയാക്കി തരാവോ, ഇവിടെ ഒന്ന് ശരിയാക്കി തരാവോ? നിങ്ങൾ ധ്യാനഹാളിൽ പോയിരിക്കെ ഞാനും ഈ കൊച്ചും മാത്രം. ചോദിച്ചു, മോളെ എന്തുണ്ട് വിശേഷം? വിശേഷമൊക്കെ മമ്മിയും ഡാഡിയും പറഞ്ഞില്ലേ? അവനെ വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞില്ലേ? പറഞ്ഞില്ലെന്ന് പറയാൻ പറ്റുന്നോണോ? പറയാൻ പറ്റും. ഞാൻ പറഞ്ഞു അവന് വേണ്ടത് വെക്കാൻ നിന്നോട് പറയാൻ പറഞ്ഞു. അതുകൊണ്ട് അവൾ എന്നോട് ചോദിക്കുക, അച്ഛനെന്നെ ഇഷ്ടമാണ്. നിങ്ങളുടെ ചിരിയുടെ അർത്ഥം എനിക്ക് മനസ്സിലാകുന്നുണ്ട് കേട്ടോ. കണ്ട് നിങ്ങൾ കുടുങ്ങി ചിരിക്കുക. കാരണം ഒരു അച്ഛനാണ് ചോദിച്ചത്, അച്ഛനോടാണ് ചോദിച്ചേക്കണേ എന്നെ ഇഷ്ടമാണെന്ന് ഒരു പെണ്ണ് ചോദിച്ചേക്കണ്. ഞാൻ യെസ് പറഞ്ഞാൽ അത് പ്രശ്നമാണ് എനിക്ക്. നാളെ ടി വിയിൽ ഫ്ലാഷ് ന്യൂസ് പത്രത്തിലൊക്കെ വരും അല്ലേ? പിന്നെ ചില ഇൻ്റർവ്യൂക്കാർക്ക് ഇത് മതി, വേറെ ഒന്നും വേണ്ട. ദൈവമേ ഞാൻ യെസ് പറഞ്ഞാൽ എനിക്ക് കുഴപ്പം, നോ പറഞ്ഞാൽ ഈ അവതാരം എഴുന്നേറ്റ് പോകും. ഞാൻ എന്ത് ചെയ്യണം? തമ്പുരാൻ എന്ത് ചെയ്യണം? തമ്പുരാൻ പറഞ്ഞ ഇഷ്ടമാണെന്ന് പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഇഷ്ടമാണ്. അച്ഛനെ ഇഷ്ടമാണ്. അതെ, എങ്കിൽ ഞാൻ പറയുന്നത് അച്ഛനെ അനുസരിക്കണമെന്ന് പറഞ്ഞു. അതാദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. സാധാരണ ഞങ്ങൾ പറയുന്നത് നിങ്ങളനുസരിച്ച്, ഇവള് പറയുന്നത് ഞാൻ അനുസരിക്കണമെന്ന്. ഓക്കെ ഞാൻ അനുസരിക്കാം, എന്താ നീ പറഞ്ഞു എന്ന് പറഞ്ഞു. അച്ഛന് ഇഷ്ടമെന്ന് പറഞ്ഞല്ലേ? അതെ അച്ഛാ, എങ്കിലേ ഒരു കാര്യം ചെയ്യാവോ? അച്ഛൻ എത്രയും പെട്ടെന്ന് എൻ്റെ അപ്പനും അമ്മേനെ വിളിച്ചിട്ട് പറയണം അവനെ മാത്രം കൊടുത്താൽ മതി, വേറെ ആരെയും കൊടുക്കണ്ട. ഫാദർ വാച്ച് നോക്കി, ടൈം ഈസ് പ്രഷ്യസ്, ഡോണ്ട് ബി ലേറ്റ്. സമയം എനിക്ക് വിലപ്പെട്ടതാണ്, ലേറ്റ് ആകരുത് അച്ഛാ. എനിക്ക് അവനോടൊത്ത് എത്രയും പെട്ടെന്ന് ഒന്നാകണം. ഞാൻ എങ്ങനെ പറയും? നന്നാക്കാൻ കൊണ്ടിട്ടിരിക്കുമല്ലേ. ഞാൻ പറഞ്ഞു, ഞാൻ പറയാം, പക്ഷെ എൻ്റെ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം തരണം. എന്തച്ചാ? നിനക്കവന് ഇഷ്ടമാണ്, എനിക്ക് പൊരിഞ്ഞിഷ്ടമാണ്, അവന് മാത്രം മതി. എങ്കിലും എൻ്റെ ചോദ്യങ്ങൾക്ക് നീ ഉത്തരം തരണം. ചോദിച്ചാ ഞാൻ, എനിക്ക് വിദ്യാഭ്യാസമുണ്ട്, നീ ഉത്തരമൊക്കെ തരാം, എനിക്ക് നല്ല എഡ്യൂക്കേഷനുണ്ട്. ഞാൻ ചോദിച്ചു, നിനക്ക് അവന് ഇഷ്ടമാണെന്നല്ലേ പറഞ്ഞു? അതെ അച്ഛാ. നിനക്ക് അവനുമായിട്ട് തെറ്റായ ബന്ധങ്ങളുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചു. ഉണ്ടച്ഛാ, പലവട്ടം ഉണ്ടായിട്ടുണ്ട്. നീ കത്തോലിക്കയാണോ? അതെ. അത് പാപം നിനക്കറിയില്ലേ? അറിയച്ചോ. അപ്പം നീ പാപം ചെയ്തിട്ടുണ്ടല്ലേ? അതെ അച്ചോ. പാപം ചെയ്താൽ എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കുമ്പസാരിക്കണം. അവിടെ ഒരു വയസ്സായ അച്ഛൻ, സെബാസ്റ്റ്യൻ അച്ഛൻ കുമ്പസാരം കേൾക്കുന്നു, പോയി കുമ്പസാരിച്ചിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ അച്ഛാ. അവൾ പോയി കുമ്പസാരിച്ച് ഒരു 8 മിനിറ്റുള്ളിൽ കുമ്പസാരം പൂർത്തിയാക്കി അവൾ വന്നു. അച്ഛാ ഞാൻ കുമ്പസാരിച്ചു, അപ്പനമ്മേനെ വിളിച്ചു പറ, ടൈം ഈസ് പ്രഷ്യസ്, ഡോണ്ട് ബി ലേറ്റ്. ഞാൻ എങ്ങനെ വിളിച്ചു പറയും? മോളെ നീ കുമ്പസാരിച്ചു, പാപക്ഷം കിട്ടി, നല്ല കാര്യം. അടുത്ത ചോദ്യമുണ്ട്. എന്താ അച്ഛാ? കുമ്പസാരിച്ച് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു. കുർബാന സ്വീകരിക്കണം. അവൾ പറഞ്ഞു, എനിക്കിതേ 3 തൊട്ട് 4:30 വരെ കുർബാനയാണ്, കുർബാന സ്വീകരിച്ചിട്ട് വരാൻ പറഞ്ഞു. ഓക്കെ അച്ഛാ. അവൾ പോയി കറക്റ്റ് കുർബാനയെ പങ്കെടുത്ത് കറക്റ്റ് 4:30 കുർബാന തീരും. ആളുകൾ ഒട്ടുമുറിയിലേക്ക് വരിയായിട്ട് കാപ്പിക്ക് പോകുന്നു. ഇവൾ എൻ്റെ മുറിയിലേക്ക് ഓടി വരിക. ഫാദർ ഫാദർ എന്ന് വിളിച്ച്. ഞാൻ മുറ്റത്ത് നിൽക്കുക, റോസ് ഗാർഡൻ്റെ അടുത്ത്. ഫാദർ
കുമ്പസാരിച്ച് കുർബാന സ്വീകരിച്ചത് അപ്പനപ്പി വരിയായിട്ട് ഊട്ടുമുറി പോയി പെട്ടെന്ന് വിളിച്ച് പറ, അവനെ മാത്രം കൊടുക്കാൻ ടൈം ഈസ് പ്രഷ്യസ്, ഡോണ്ട് ബി ലേറ്റ്. മോളെ ഒരു ചോദ്യം കൂടിയുണ്ട്. അവള് ചൂടായി, അച്ഛാ എന്നെ കോഴി കളിപ്പിക്കാനിട്ട്. അച്ഛൻ ലാസ്റ്റ് വാണിക അച്ഛൻ വേണമെങ്കിൽ ഒരു ചോദ്യം കൂടെ ചോദിച്ചോളാൻ പറഞ്ഞു. ഓക്കെ, നീ കുമ്പസാരിച്ചു, നല്ലത്. നീ കുർബാന സ്വീകരിച്ചു, നല്ലത്. അടുത്ത ചോദ്യം, ഇപ്പോൾ നിൻ്റെ ശരീരത്തിൽ ആരാന്ന് ചോദിച്ചു. എൻ്റെ ചോദ്യം ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ. നീ കുമ്പസാരിച്ച് നീ കുർബാന സ്വീകരിച്ചു, കൊച്ചേ നിൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ആരാന്ന് ചോദിച്ചു. ഒന്നും മിണ്ടിയില്ല. പറ കൊച്ചേ, നിനക്ക് എല്ലാ അറിവുണ്ടെന്നല്ലേ പറഞ്ഞേ, പറ. എൻ്റെ ശരീരത്തിൽ ഈശോ. ഞാൻ ചോദിച്ചു, നീ സ്നേഹിച്ച് വെച്ചിരിക്കുന്നവൻ്റെ ശരീരത്തിൽ ഈശോ ഉണ്ടോ? അവൻ്റെ ശരീരത്തിൽ ഈശോ ഉണ്ടോ? ഒന്നും മിണ്ടുന്നില്ല. ആൻസർ ഇല്ലേ കൊച്ചേ? അവൾ പറഞ്ഞു, അവൻ മറ്റു മതത്തിൽപ്പെട്ടവനാണെങ്കിലും അവൻ്റെ മതത്തിൽ ദൈവത്തിൽ വിശ്വാസമില്ല, ഒരു ദൈവത്തിൽ വിശ്വാസമില്ല. ഉടനെ അവൾക്കൊരു വചനം എടുത്തു കൊടുത്തു. 2 കൊരിന്തോസ് 6:15. ക്രിസ്തുവിന് ബലിയാനുമായി എന്ത് യോജിപ്പുള്ളത്, വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താ പൊതുവിലുള്ളത്? കൊച്ചേ, ക്രിസ്തുവിന്റെ ബലിയാനുമായി എന്താ യോജിപ്പ്? ഒരു യോജിപ്പില്ലെന്നാ പറയണത്. വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്താ പൊതുവിൽ? ഒന്നുമില്ലെന്നാ പറയണേ. നിന്റെ ശരീരത്തിൽ ഈശോ ഉണ്ട്, അവൻ്റെ ശരീരത്തിൽ ഈശോ ഇല്ല. കുടുംബജീവിതം വിജയിക്കുമ്പോളെ പറ. ഒന്നും വേണ്ടിയിൽ എഴുന്നേറ്റ് പുറത്തേക്ക് പോയി. തമ്പുരാനെ, ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടാതെ പുറത്തേക്ക് പോയല്ലോ. വിളിച്ച്, കൊച്ചിങ്ങോട്ട് വന്നേ ഒന്ന്. എന്തി അച്ഛ, എവിടെ പോണേ? അപ്പനമ്മയുടെ അടുക്കലേക്ക്. വീട്ടിൽ പോകാൻ അനുവാദം ചോദിക്കാനാണോ? അല്ല, പിന്നെ എന്തിനാ? അപ്പനമ്മേനെ വിളിച്ച് അച്ഛൻ്റെ പുറകെ കൊണ്ടുവരും. എന്നിട്ട് അച്ഛൻ പറഞ്ഞോളണം അപ്പനോടും അമ്മയോടും, ഈ മകൾ അവന് വേണ്ട എന്ന തീരുമാനമെടുത്തിരിക്കുന്നു, അച്ഛൻ പറഞ്ഞോളാൻ പറഞ്ഞു. ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെ തീരുമാനമെടുക്കാൻ കാരണം? അച്ഛൻ പറഞ്ഞില്ലേ, അച്ഛാ എൻ്റെ ശരീരത്തിൽ ഈശോ ഉണ്ട്. അച്ഛോ, 12ാമത്തെ വയസ്സിൽ ആദ്യ കുർബാന സ്വീകരണം നടത്തിയതാ. അച്ഛോ, 10 വർഷത്തോളമായിട്ട് വിശുകുർബാന സ്വീകരിച്ച് എൻ്റെ നാവിൽ ഈശോയെ സ്വീകരിച്ച് എൻ്റെ ശരീരത്തിൽ അലിഞ്ഞു തരുന്ന എൻ്റെ ഈശോ. അവൻ്റെ ശരീരത്തിൽ ഈശോ ഇല്ല. എനിക്കവനെ വേണ്ട. അപ്പനമ്മനെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. വിളിച്ചുകൊണ്ട് വന്നു. 3 പേരെ ഇരുത്തി. ആരും ഒന്നും മിണ്ടുന്നില്ല. വിങ്ങിപ്പൊട്ടുന്ന 4 ഹൃദയങ്ങൾ, കവിഞ്ഞൊഴുകുന്ന 8 കണ്ണുകൾ. അപ്പം ഞാൻ വെള്ളം മുഖത്ത് നോക്കി. അപ്പോൾ ഇവിടെ ഇങ്ങനെ കാണിച്ചു. എന്നോട് പറഞ്ഞോളാം. ഞാൻ തിരിച്ചു കാട്ടി, നീ പറഞ്ഞോളാൻ പറഞ്ഞു. അവസാനം അവൾ രണ്ടും കൽപ്പിച്ച് പറയുക, മമ്മി ഡാഡി എനിക്കവനെ വേണ്ട. മോളെ കാര്യം കൂടെ പറ. എൻ്റെ ശരീരത്തിൽ ഈശോ ഉണ്ട്, അവൻ്റെ ശരീരത്തിൽ ഈശോ ഇല്ല. എനിക്കവനെ വേണ്ട. നാളെ മുതൽ ഞാൻ കോളേജിൽ പോകും. ഞാൻ പഠിച്ച് പരീക്ഷ എഴുതി പാസ്സായി ജോലി വാങ്ങി ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ചെറുപ്പക്കാരനെ കാണിച്ചു തന്നാൽ മതി, ഞാൻ ഭർത്താവായിട്ട് സ്വീകരിക്കാം. പ്രൈസ് ദി ലോർഡ്. ശരി സഹോദരങ്ങളെ, പിറ്റേ ദിവസം ക്ലാസ്സിൽ പോയി പഠിച്ചു പാസ്സായി. കോയമ്പത്തൂർ വലിയൊരു കമ്പനിയിൽ അവൾ ഓഫീസ് സ്റ്റാഫ് വർക്ക് ചെയ്യുമ്പോൾ, പ്രിയമുള്ളവരെ, അതേ ഗ്രൂപ്പ് പഠിച്ച എഞ്ചിനീയറിംഗ് പഠിച്ച ബാംഗ്ലൂർ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരനെ മാതാപിതാക്കൾ കണ്ടെത്തി ഭർത്താവായിട്ട് സ്വീകരിക്കാൻ കൊടുത്തു. അവൾ സ്വീകരിച്ചു. ഇന്നവർക്ക് 2 കുഞ്ഞുങ്ങളും ജനിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, ഏലിയ ബലിമൃഗത്തെ കൊന്ന് തുണ്ടും തുണ്ടമായി ബലിപീഠത്തിൽ വെച്ചെങ്കിൽ, ഈ പെൺകുട്ടി തന്റെ ശരീരത്തിൽ ചെയ്ത ആ പാപങ്ങളെ തമ്പുരാന്റെ ബലിപീഠത്തിൽ ഇറക്കി വെച്ചു. സഹോദരങ്ങളെ, എന്നെ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനി, ഹിന്ദുവിന് ഹിന്ദു, മുസൽമാന് മുസൽമാൻ. അതിനപ്പുറത്ത് വേണ്ട. ആരും തെറ്റിദ്ധരിക്കരുത്. ക്രിസ്ത്യാനിക്ക് ക്രിസ്ത്യാനി, ഹിന്ദുവിന് ഹിന്ദു, മുസൽമാന് മുസൽമാൻ. വിശ്വാസിക്ക് അവിശ്വാസിയുമായി പൊതുവിലൊന്നുമില്ല. ക്രിസ്തുവിന് ബലിയാലുമായി യോജിപ്പില്ല. സഹോദരങ്ങളെ, ആ പാവപ്പെട്ട പെൺകുട്ടിയിൽ ദൈവത്തിന് അഗ്നി ഇറങ്ങി വന്നില്ലേ?
അവൾ ആത്മാവിനെ നിറഞ്ഞില്ലേ? ശാരീരിക പാപങ്ങളെ തമ്പുരാന്റെ ബലിപീഠത്തിൽ ഇന്ന് ഇറക്കി വെക്കുന്നില്ല എങ്കിൽ കാർമൽ മലയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ അഗ്നി ഈ നക്ഷത്ര കൂടാരത്തിനുള്ളിൽ ഇറങ്ങി വരില്ല. സത്യം. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ശാരീരിക പാപങ്ങളെ തമ്പുരാന്റെ ബലിപീഠത്തിൽ ഇറക്കി വെക്കണം. എങ്കിലേ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വരൂ. ഇല്ലേ വരില്ല. രണ്ട് കരം ഉയർത്തൂ. എല്ലാം മറന്നൊന്ന് സ്തുതിച്ചേ. എനിക്ക് പാപത്തിന്റെ ബന്ധനത്തിൽ വിടുതലിന് വേണ്ടി എല്ലാവരും സ്തുതിച്ചേ. വായി തുറന്ന് സ്തുതിച്ചേ. പോരാ 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 കേട്ടോ, പോരാ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഏലിയ ചെയ്ത നാലാമത്തെ കാര്യം, 3 പ്രാവശ്യമായി 4 കുടം വെള്ളം വെച്ച് ബലിപീഠത്തിലും ബലിവസ്തുവിലും ഒഴിച്ച് നനച്ച് കുതിർത്തങ്ങ് വെച്ചു. ഈ പ്രവൃത്തി കണ്ടപ്പോൾ ബാലിൻ്റെ പ്രവാചകർ കൂവി വിളിച്ചു, കൈയടിച്ചു, ഫൂൾ ഫൂൾ വിട്ടി. കാരണം എന്താ? അവർ നോക്കിയപ്പോൾ ബലിപീഠവും ബലിവസ്തുവും നനച്ച് കുതിർത്ത് വെച്ചേക്കുക. എങ്ങനെ ഇതിൽ അഗ്നി ഇറങ്ങി വന്ന് ഇതിനെ ദഹിപ്പിക്കും? ഇറ്റ് ഈസ് ഇംപോസിബിൾ. സഹോദരൻ, അവർ കൂവി വിളിച്ച് ഇവനെ പുച്ഛിച്ച് കളിയാക്കിയപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഒരു സത്യമുണ്ട്. ഇവർ ഇവനെ പുച്ഛിച്ച് കളിയാക്കിയപ്പോൾ അതേ സമയത്ത് സ്വർഗത്തിലെ ദൈവം, അബ്രഹാമിന്റെ ഇസഹാക്കിന്റെ യാക്കോബിന്റെ ദൈവം, സ്വർഗത്തിലെ ദൈവം കൈയടിച്ച് ഏലിയായെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇറ്റ് ഈസ് ഗുഡ് ഏലിയ, ഇറ്റ് ഈസ് ഗുഡ് ഏലിയ, ഇറ്റ് ഈസ് ഗുഡ് ഏലിയ. അതിൻ്റെ ആത്മീയ വെളിപ്പെടുത്തൽ പറയാം. ഏലിയ വിശ്വാസത്തോടെ ചെയ്ത ഒരു പ്രവൃത്തി. ഏലിയയുടെ വിശ്വാസം, ഞാൻ 12 കുടം വെള്ളമൊഴിച്ച് ഈ ബലിപീഠവും ബലിവസ്തുവും നനച്ച് കുതിർത്തി വെച്ചാൽ ഐ ബിലീവ്, ഞാൻ വിശ്വസിക്കുന്ന ദൈവത്തിന് അഗ്നി ഇറക്കി കൊണ്ടുവന്ന് നനച്ച് കുതിർത്തി വെച്ചിരിക്കുന്ന ഈ ബലിപീഠവും ബലിവസ്തുവും അത് ദഹിപ്പിക്കാൻ കഴിയും. ഐ ബിലീവ്, ദിസ് ഈസ് മൈ ഫെയ്ത്ത്. വിശ്വാസ ജീവിതമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വരും. വിശ്വാസ ജീവിതമില്ലെങ്കിൽ ദൈവത്തിൻ്റെ അഗ്നി ഇറങ്ങി വരില്ല. പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്തൊരത്ഭുതം നടക്കില്ല. അതിന് വിശ്വാസ ജീവിതം വേണം. രോഗശാന്തി ആരാധന നടക്കുമ്പോൾ യാക്കോബ് 5:15 മറക്കരുത്. വിശ്വാസത്തോടുള്ള പ്രാർത്ഥന രോഗിയെ കർത്താവ് രോഗിയെ സുഖപ്പെടുത്തും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി വേണം ഒരത്ഭുതം നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ. സഹോദരങ്ങളെ, ഒരിക്കലും തോട്ടകത്ത്, ഞാൻ വൈക്കത്ത് തോട്ടകത്താണെന്ന് പറഞ്ഞല്ലോ, എല്ലാ വെള്ളിയാഴ്ചയും മൺഡേ കൺവെൻഷൻ രാവിലെ 9:30 മുതൽ 2:30 വരെയാണ്. ഇന്നത് കഴിഞ്ഞിട്ട് ഞാൻ വന്നത്. സഹോദരങ്ങളെ, ഒരു സെൻ്റെ മുറിയിൽ ബിനോയ് എന്നൊരു ചെറുപ്പക്കാരൻ വന്നു. അവരിന്ന് വളരെ ചെറുപ്പമാണ്. എന്തു പറ്റിയിട നീ കരയുവാനായിട്ട്? അച്ഛാ, എൻ്റെ വിവാഹം കഴിഞ്ഞു. എടാ, പ്രശ്നമായോ? ഇല്ല അച്ഛാ, ഞങ്ങൾ തമ്മിലൊരു കുഴപ്പമില്ല. പിന്നെന്ത് പറ്റി കരയാൻ? ഞാൻ ദുബായിൽ ജോലി ചെയ്യുന്നവൻ. എന്താടാ, അതിനെന്താ കുഴപ്പം? നീ എന്തിനാ കരയണേ? കല്യാണം കഴിക്കും, പിന്നെ എന്തിനാ കരയണേ? കല്യാണം നടക്കാത്ത എത്ര എണ്ണമുണ്ട്? ഇപ്പം നിനക്ക് ദുബായിൽ ജോലി, എന്താ കരയണേ? അച്ഛാ, 3 മാസത്തെ അവധിക്ക് ഞാൻ ലോങ് ലീവിന് ഞാൻ നാട്ടിൽ വന്നു. എൻ്റെ വിവാഹം 1 മാസത്തിനുള്ളിൽ നടന്ന് 2 മാസം ഭാര്യയൊത്ത് ജീവിച്ചു. അവൾ പ്രഗ്നൻ്റായി. ഞാൻ തിരിച്ചു പോയി. അവളുടെ സ്കാൻ ചെയ്തപ്പോൾ സ്കാനിങ്ങിൽ കണ്ടെത്തിയ ഒരു കാര്യം, തല വലുതായ ഒരു കൊച്ച്, ഉടൽ ചെറുതായ ഒരു കൊച്ച്. വേദനയോടെ എന്നെ വിളിച്ചു, ചേട്ടാ, നമ്മുടെ കൊച്ച് ഇങ്ങനെയുള്ളൊരു കൊച്ചാ, ഡോക്ടേഴ്സ് കട്ട് ചെയ്യാൻ പറയുന്നു, അബോർട്ട് ചെയ്യാൻ പറയുന്നു. എന്താ ചെയ്യണ്ടടി? നീ വേറൊരു ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യ്. അങ്ങനെ മുട്ടിച്ചിറ ഹോസ്പിറ്റലിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഈ റിസൾട്ട് തന്നെ, തല വലുത്, ഉടൽ ചെറുത്. എന്നെ വിളിച്ചു, ചേട്ടാ രക്ഷയില്ല, കട്ട് ചെയ്യാനാ പറയണേ. ഞാൻ വരുന്നു എന്ന് പറഞ്ഞ് അവധി എടുത്ത് നാട്ടിൽ വന്നച്ചാ, സ്പെഷ്യൽ ലീവ് എടുത്തിട്ട്. അച്ഛാ, എറണാകുളത്തൊരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ടെസ്റ്റ് നടത്തി. റിസൾട്ട് ഇത് തന്നെ, തല വലുത്, ഉടൽ ചെറുത്, കട്ട് ചെയ്ത് കളയാനാ പറയണേ. അച്ഛാ, ഞങ്ങളുടെ ആദ്യത്തെ കൊച്ചാ, വേണം അച്ഛൻ, എനിക്ക് ആ കൊച്ചിനെ വേണം, അച്ഛൻ പ്രാർത്ഥിക്കണം.
സഹോദരങ്ങളെ, ഞാൻ എൻ്റെ തലയിൽ കൈവച്ചപ്പോൾ എനിക്ക് കർത്താവ് തന്നൊരു വചനം യെശയ്യാ 66:9. അത് ഗർഭസ്ഥ ശിശുവിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ഗർഭിണിയ സ്ത്രീക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ പ്രാർത്ഥിക്കാനുള്ള വചനമാണ്. പ്രസവത്തോളം എത്തിച്ചിട്ട് പ്രസവം ഉണ്ടാവാതിരിക്കുമോ? പ്രൈസ് ദി ലോർഡ്. ഗർഭപാത്രം കുഞ്ഞിനെ വെച്ച് തന്ന ഞാൻ തന്നെ ഗർഭപാത്രം അടച്ചു കളയുമോ? ഇത് ഭയങ്കര ഒരു വചനാണല്ലേ. പ്രൈസ് ദി ലോർഡ്. മോനെ, ഈശോ എന്നോട് പറഞ്ഞ ഈ വചനാണല്ലോ. നിനക്ക് വിശ്വാസമുണ്ടോ കർത്താവ് ഒരു അത്ഭുതം പ്രവർത്തിക്കുന്നു? ഞാൻ വിശ്വസിക്കുന്ന അച്ഛാ, അതുകൊണ്ട് അച്ഛാ ഞാനിവിടെ വന്നത്. എങ്കിലൊരു കാര്യം ചെയ്തു, നിത്യ ആരാധന പള്ളിയുണ്ട്, പോയിരുന്ന് പ്രാർത്ഥിച്ചോ എന്നും. നീ അവിടെ ഇന്ന് പ്രാർത്ഥിക്കുകയും നീ വിശ്വാസത്തോട് പ്രാർത്ഥിച്ച് നിൻ്റെ ഭാര്യയുടെ ഉദരത്തിയെടുക്കുന്ന കൊച്ചിനെ കർത്താവ് അനുഗ്രഹിച്ചോളൂ. സഹോദരങ്ങളെ, ഭാര്യയ്ക്ക് പറ്റുമെങ്കിൽ അവൾ വരട്ടെ, അല്ലെങ്കിൽ അവൾ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കട്ടെ. അങ്ങനെ ഈ ചെറുപ്പക്കാരൻ ബിനോയ് ഞങ്ങളുടെ നിത്യാരാധന പള്ളിയിൽ വന്നിരുന്ന് പ്രാർത്ഥിക്കുകയാണ്. അവർ കുഞ്ഞിനെ കട്ട് ചെയ്ത് കളയും. ഡോക്ടേഴ്സ് നിർബന്ധിച്ചു, റിസ്ക് എടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ്റെ ഭാര്യ ഈ ലോകത്തിലേക്ക് ആ കുഞ്ഞിനെ പ്രസവിച്ചപ്പോൾ ഒരു നോർമൽ കുഞ്ഞിനെയാണ് അവൾ ഈ ലോകത്തിലേക്ക് പ്രസവിച്ചിട്ടത്. ബിനോയുടെ വിശ്വാസം. എൻ്റെ ഭാര്യ ഉദരത്തിൽ കിടക്കുന്ന കൊച്ച്, തലവരി തുടൽ ചെറുതുമായുള്ള കൊച്ചിനെ എൻ്റെ കർത്താവിന് എൻ്റെ കുഞ്ഞിനെ രക്ഷിക്കാൻ കഴിയും, വലിയ തലയെ ചെറുതാക്കാൻ കഴിയും. ഐ ബിലീവ്. സഹോദരങ്ങളെ, നിനക്ക് വിശ്വാസ ജീവിതമുണ്ടെങ്കിൽ ദൈവത്തിൻ്റെ അഗ്നി നിൻ്റെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരും, കുടുംബത്തിൽ ഇറങ്ങി വരും. വിശ്വാസ ജീവിതം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.